കുറച്ച് യൂട്യൂബേഴ്സ് മാത്രം കാര്യം എന്താണ് സത്യം എന്താണെന്ന് അറിയാതെ എന്നെ അങ്ങ് കുറ്റം പറഞ്ഞ് അങ്ങ് വ്യൂസ് കൂട്ടി അങ്ങ് വരുമാനം ഉണ്ടാക്കുക. നാണം ഉണ്ടോ നിനക്കൊക്കെ? നാണം മോനെ നമുക്കാണോ ഇല്ലാത്തത് അതോ വേറെ വല്ല ആളുകൾക്കാണോ എന്ന് ചോദിക്കേണ്ടി വരും. നിങ്ങൾ തന്നെയല്ലേ പറയുന്നത് എന്നെ കുറിച്ച് വീഡിയോ ചെയ്യൂ എനിക്ക് റീച്ച് തരൂ എന്നുള്ളത്. നിങ്ങളുടെ വീഡിയോ കണ്ട് ദേഷ്യം പിടിച്ച് തെറി വിളിക്കുന്ന ആളുകളാണ് ഞങ്ങളുടെ വീഡിയോ ഒന്ന് കമന്റ് ഇടുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഷെഫീന ബേബി പറഞ്ഞതൊക്കെ നുണയാണ്. ഷെഫീന ബേബി ഇവിടെ പിന്നാലെ നടന്നിട്ട് ഇവിടെ കൊല്ലാക്കൊല ചെയ്യാൻ പോവുകയാണ്, കൊട്ടേഷൻ വാങ്ങിയതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് രണസുന രംഗത്ത് വരുന്നത്. അതിനിടയിൽ ഡാനി സത്യനും അതേപോലെ അതിലുള്ളതൊക്കെ രണസുനയുടെ കയ്യിൽ പൈസ വാങ്ങിയിട്ടാണ് ഇപ്പൊ രണസുനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിയിലുള്ള കമന്റുകളൊക്കെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ തുടക്കത്തിൽ ഒരു വീഡിയോ ചെയ്തു, അതായത് വിപിൻലാൽ എന്ന് പറയുന്ന വ്യക്തി അത്ര വെടുപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഇതേ കാര്യം തന്നെയാണ് ഷെഫീന ബിയും പറയുന്നത്. ഈ പറയുന്ന വിപിൻലാലിന്റെ പാസ്റ്റും ഫ്യൂച്ചറും ഒന്നും എനിക്കറിയില്ല, ആള് എത്രത്തോളം നല്ലവനാണോ എന്നും നമുക്കറിയില്ല. ഈ രണസുനയെ വെച്ചുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യുക ഇയാൾക്ക് വട്ടാണോ എന്ന് തന്നെയല്ലേ ഷെഫീന ബീവിയും പലപ്പോഴായിട്ട് പറയുന്നത്. അതായത് വിപിൻലാലിനെ പൂർണ്ണമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയൊന്നല്ല ഈ പറയുന്ന ഷെഫീന ബീവി. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഉളുപ്പും മാനമുള്ള ആളുകളാണോ നിങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നാണമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണേ. അയ്യയ്യയ്യയ്യേ, എന്താണത്? ഇതേ അമ്മായി എന്നല്ലേ കുറച്ച് നേരത്തെ ചോദിച്ചത് നാണമാനുണ്ടോന്ന്. ഞങ്ങൾക്ക് നാണമാനത്തിന് കുറവൊന്നുമില്ല, നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് മാറ്റി എന്താ അത് ഇതൊന്നും കാണിക്കുന്ന ഒരാളെന്നല്ലേ കേട്ടോ. നിങ്ങളെ പോലെ അല്ല, ഊളത്തരൊന്നും ഞങ്ങളാരും കാണിക്കുന്നില്ല. ഓക്കെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് ഞാനും. എന്താ അറിയുക, കാരണം നിങ്ങൾ ചീറിപ്പൊളിക്കുന്ന ബഹളം വെക്കുന്ന വീഡിയോ കണ്ടപ്പോ എനിക്ക് ഭയം തോന്നി. ഒരു സ്ത്രീ ഇങ്ങനെ ചീറിപ്പൊളിക്കുന്ന കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇടപെടാതിരിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് ഇടപെട്ടു. അതിനർത്ഥം നിങ്ങൾ ചെയ്യുന്ന കോപ്രായത്തരങ്ങളും ഊളത്തരങ്ങളും ഒന്നും സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല അതിനർത്ഥം, അത് ആദ്യം മനസ്സിലാക്കുക. എന്നാൽ അതേ വീഡിയോയിൽ ഇഷ്ടം പോലെ ആളുകൾ കമന്റ് ഇട്ടു അത് നാടകമായിരിക്കും ബ്രോ എന്നുള്ളത്. അത്രമാത്രം വിശ്വാസമാണേ രണസുനെ കാണിച്ചു കൂട്ടുന്ന അത്ര വിശ്വാസമാണ് ആളുകൾക്ക്. നുണകള് ഇടക്കിടക്ക് വാക്ക് മാറ്റി പറയാ, ഇതൊക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ചാണ് നിങ്ങൾക്ക് ഈ ഒരു പേര്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഇഷ്ടമല്ലാത്തത്? വെറുപ്പിക്കല് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ്, വേറൊന്നും കൊണ്ടല്ല. പിന്നെ നിങ്ങൾക്ക് വേണ്ടി നിരന്തരം വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ട്, സജീന വ്ളോഗ്, പിന്നെ എന്താ കൊക്ക് വേടം, അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ. അവര് പറഞ്ഞതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണം. അവരും പലതും മാറ്റി മാറ്റി പറയുന്ന ആളുകളാണ്, വിശ്വസിക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല. പിന്നെ വിപിൻലാലിനൊന്നും ഞാനൊന്നും ഇതുവരെ സപ്പോർട്ട് പോലും ചെയ്തില്ല. കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടൊക്കെ പോയി നിൽക്കാൻ, അയാൾക്ക് എന്തിന്റെ കേടാണെന്ന് തന്നെയാണ് എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്നാൽ നമ്മളെടുത്ത് റിയാക്ട് ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ ഷെഫീന ബീവി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്നും നിങ്ങൾ കേൾക്കട്ടെ, ഫുള്ളായിട്ട് കേൾക്കണം, എന്നിട്ട് ഡയലോഗ് അടിക്കാം. ഞാൻ എനിക്ക് ഈ പറയുന്ന സംവിധായകനെ എനിക്ക് അറിയില്ല, അയാൾക്ക് ഇനി അങ്ങനെ ഒരു ബാഡ് ഹിസ്റ്ററി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അയാളുടെ ഭാര്യയോടാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, അവരും കൂടെ സംസാരിച്ച് എനിക്ക് ഉറപ്പ്. ഞാൻ പോയി ചാടി കൊടുക്കൂല, ഞാൻ ട്രാപ്പ് ആവാൻ എല്ലാ ചാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. എന്റെ വണ്ടിയിലേക്ക് അവർ കയറി സത്യം പറയാം, അയാൾ ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ വണ്ടി മുഴുക്കെ റിസർച്ച് ചെയ്തു. എന്തെങ്കിലും സാധനം കൊണ്ട് വെച്ചിട്ട് ഞാൻ അതാണെന്ന് പറഞ്ഞാൽ ഞാനും കുഞ്ഞുകൂടയിൽ വന്നത് എന്റെ കുട്ടി വിടൂലേ? ഞങ്ങളുടെ വണ്ടിക്കകത്ത് മറ്റൊരാൾ കയറുമ്പോൾ പോലും ഞങ്ങൾ പേടിക്കുന്നുണ്ട്. അങ്ങനെ ട്രാപ്പ് ആക്കാൻ നടക്കുന്നവൾ എടി നിന്നെ പോലെ കള്ളം പറഞ്ഞ് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കള്ളം ഞാൻ പറഞ്ഞു കാണിച്ചു തരാൻ വേണ്ടി നാറി കാണിച്ചു തരാമോ? ഞാൻ എന്റെ വിവാഹ ബന്ധങ്ങളായിരുന്നാലും എന്റെ ലൈഫായാലും എല്ലാം ഓപ്പൺ ബുക്കിന് എല്ലാം സത്യം പറഞ്ഞിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. നീ അങ്ങനെയാണോ? നീ എന്തെല്ലാം നോണ പറഞ്ഞു? നീ ആദ്യം ബിനുവിനെ നീ കല്യാണം കഴിച്ചിട്ടില്ല, നീ ഒരൊറ്റ വിവാഹം കഴിച്ചുള്ളൂ, അത് ഈ സുധിയാണെന്ന് നീ പറഞ്ഞു. അത് തന്നെ നമ്പർ 1 നോണയല്ലായിരുന്നോ? അല്ലേ? നീ പറഞ്ഞു കിച്ചു നീ തമ്മിൽ ഭയങ്കര സിങ്കാണ്. ആ ചെറുക്കൻ എന്ന് പറഞ്ഞപ്പോൾ നീ തീർന്നു. നീ അവനോട്ട് എന്ത് സിങ്ക്? നീ അവനെ പിടിച്ച് നിർത്തും 100 രൂപ കൊടുക്കും 200 രൂപ കൊടുക്കും നിൽക്കുന്ന പറയാം. കുട്ടിയുടെ പൈസ ഇല്ലാത്തത് കൊണ്ട്, മാർഗ്ഗം ഇല്ലാത്തത് കൊണ്ട്, അതിന് ബോധം ഇല്ലാത്തത് കൊണ്ട് നിനക്ക് നിന്നത് അല്ല. ഇവളല്ല, ഇങ്ങനെയല്ല അന്ന് അവന്റെ കൂട്ടുകാരന്മാർ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് ആ കൊച്ച് കറക്റ്റ് ആയിട്ട് ആക്ട് ചെയ്തു. ഞാൻ പറഞ്ഞ തെറ്റ് തിരുത്താൻ വേണ്ടി ആ കുട്ടി നീ ഇങ്ങനെയാണെന്ന് തെറ്റിദ്ധരിച്ച് നീ പറഞ്ഞു എന്ന് ഞാൻ അവളെ പോയി സമാധാനിപ്പിച്ചത് ഉടനെ അതിന്റെ അല്ലേ കൊണ്ടിട്ട്. എടി എനിക്ക് കണ്ടന്റ് ആണെങ്കിൽ ഞാൻ അവിടെ ഒരു വീഡിയോ ചെയ്താൽ പോലെ, ഞാൻ വീഡിയോ ചെയ്താൽ ഒരു പിക്ചർ ഇട്ടപ്പോൾ നീ ഇങ്ങനെ തുള്ളിയും ആ ചെറുക്കൻ പറഞ്ഞാൽ പബ്ലിഷ് ചെയ്താലോ എങ്ങനെ ഉണ്ടാവും? ആ ചെക്കൻ പറഞ്ഞ ഞാൻ പബ്ലിഷ് ചെയ്താൽ എങ്ങനെ ഉണ്ടാകും? രണസുന കൊള്ളാം കേട്ടോ. എന്തായാലും സിംഹത്തിന്റെ മാളത്തിലേക്കാണ് പോയി പെട്ടിട്ടുള്ളത്. ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ കാലങ്ങളായിട്ടുള്ള ചെറിയ ഇഷ്യൂസും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ആശയപരമായുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ്. പിന്നെ രണസുനയുടെ കോപ്രായത്തരങ്ങളൊക്കെ ഞാനൊന്നും ഇതുവരെ എനിക്കൊന്നും ഒരു താല്പര്യമില്ല ആ കാര്യത്തിനോട്. ഒരിക്കലും മറ്റുള്ള ആളുകൾ അത് അനുകരിക്കരുതേ എന്ന് പോലും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ അവരുടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോന്റെ ഒരു ചെറിയ സാധനമാണ്. ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ, ഒലിപ്പിക്ക്. എന്താടാ ഇതൊക്കെ? ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി എന്താ വേണ്ടേ? എന്താണ് ഉള്ളേ? എന്തായാലും വിപിൻലാൽ ഇവരെ കൊണ്ടുപോയിട്ട് വീഡിയോ ചെയ്യുന്നത് പുണ്യാളനാവാനൊന്നല്ല. ഇവരുടെ കാണിച്ചു കൂട്ടലുകളും കോപ്രായത്തരങ്ങളും അതിൽ വരും, ആളുകൾ തെറി വിളിക്കും, വൈറലാവും. വേറെ ഒരു താല്പര്യവും ഇല്ല, അത് മാത്രമാണെന്നുള്ളതാണ് അല്ലേ? ഇവിടെ പറഞ്ഞത് കേട്ടില്ലേ, എനിക്ക് ഇവരെ കുറിച്ചിട്ട് യാതൊരു ബോധവും ഇല്ല എന്നും. അതുകൂടാതെ തന്നെ അവരുടെ ഭാര്യയാണ് കോൺടാക്ട് ചെയ്യുന്നത് ഷെഫീന ബീവി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സജീന വ്ളോഗ് കാണിച്ചു കൂട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഷെഫീന ബീവി കൊട്ടേഷൻ കൊടുത്തിട്ട് വിപിൻലാൽ മനഃപൂർവ്വം രണസുനയെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അങ്ങനെ ഒരു വീഡിയോ ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇതുകൊണ്ടൊക്കെ ഞാൻ പറയുന്നത് വിപിൻലാലിന്റെ കയ്യിലോ ഷെഫീന ബീവിയുടെ കയ്യിലോ തെളിവുണ്ടെങ്കിൽ അത് അവിടെ വെച്ചോണ്ടിരിക്കരുത്.
CCTV ക്യാമറ ഫുട്ടേജ് ആണെങ്കിൽ അത് പുറത്തേക്ക് ഇടുക, അത്ര തന്നെ. നീ വെച്ച് തന്നെയാണ് ചെയ്തത്. ഓ എഞ്ചിനീയർ, ആരുടെ എഞ്ചിനീയർ? മൈക്കാട് തങ്കൂന്റെ വരുമോ എഞ്ചിനീയറാ? നിന്റെ ചേച്ചിക്ക് ഒരു ജോലി ഉണ്ടായിരുന്നില്ല, ആ പറയുന്ന എനിക്ക് ഒരു ജോലി എഞ്ചിനീയർ. നിന്റെ തന്ത ഡോക്ടർ എന്നും കൂടെ പറയടി. അങ്ങ് നീട്ടി വെച്ച് ഈ എഞ്ചിനീയർ ചേട്ടത്തിയും ചേട്ടന്റെ ഭാര്യയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എന്തടി നീ പിച്ച എടുത്ത് വീട് വെച്ചത്? നിന്റെ നാട്ടുകാർ പിച്ചാന്ന് എന്തിനടി നീ നിന്റെ ഭിക്ഷ വാങ്ങിക്കാൻ പോയത്? അന്തസ്സുള്ളതാണെങ്കിൽ പൈസ തിരിച്ചു കൊടുക്കും. ആ പൈസ ഇല്ല, ഫിറോസിനോട് സംസാരിച്ചിട്ട് പൈസ തിരിച്ചു കൊടുക്കും മര്യാദയ്ക്ക്. എടി പിച്ചക്കാരി, കണ്ടവന്റെ വീട്ടിൽ കിടക്കുന്ന പിച്ചക്കാരി. ആ ചെറുക്കന്റെ വീടാണ്. ആ വീട് വെച്ച സമയത്ത് കമന്റ്സ് ഒരുപാട് വന്നിരുന്നു, ഈ ചെറുക്കനിക്ക് ഇത് കിട്ടത്തില്ലായിരുന്നു. അത് കറക്റ്റ് ആയില്ലേ? ആ കുട്ടിക്ക് അവകാശപ്പെട്ട വീട്ടിൽ കയറി കിടന്ന് ഞൊളയുന്ന എവിടെ എന്താ ചെയ്യാ? ആ ചെറുക്കനിക്ക് വീട് കൊറി, ഇറങ്ങി പോടി, അല്ലെങ്കിൽ വാടക അയച്ചു കൊറി. എളുപ്പമായല്ലോ. കുട്ടി അവിടെ നിന്ന് വീഡിയോ ഇട്ടു, ഇനി അവന് 10 പൈസ കൊടുക്കണ്ട. കള്ളി. ഇനി ഈ ഇളയ ചെറുക്കൻ 18 വയസ്സ് ആകുന്നത് വരെ 10 പൈസ ആ കുട്ടിക്ക് കൊടുക്കണ്ട. എന്തോ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ഓർത്ത് നോക്കിയാണ്. എന്തോ വൃത്തികെട്ട സ്ത്രീയാണെന്ന് ഓർത്ത് നോക്കിയാണ്. അവന് ചെലവിന് കൊടുക്കും മര്യാദയ്ക്ക്, അല്ലെങ്കിൽ വാടക വീട്ടിൽ പോ. അവൻ വാടക കൊടുത്തിട്ട് നിനക്ക് ഒരു പങ്ക് തരും, അത് മര്യാദ. അല്ലാതെ അവന്റെ അച്ഛൻ മരിച്ചതിന്റെ പേരിൽ ആൾക്കാർ പൈസ ഒരു കുട്ടി ആ ചെറുക്കന് കൊടുത്തത് അവരാണ് ആദ്യത്തെ അവകാശി, അവന്റെ അമ്മയാണ് അവകാശി. നീയൊക്കെ വന്നതിൽ മൂന്നാമത്തോ നാലാമത്തെയാണ് നീ. അവന്റെ അമ്മ തന്നെയാണ്, സുധിയുടെ അമ്മ തന്നെയാണ്. ആ അമ്മയ്ക്കും സുധിയുടെ മൂത്ത മകനിക്കുമാണ് ആ വീട്ടിൽ താമസിക്കാനുള്ള എല്ലാ അധികാരം. നീയൊക്കെ പിച്ച നീ DNA ടെസ്റ്റ് എടുത്തൊന്നും തെളിയിക്കും. നിന്റെ കൂടെ ഉള്ള ചെറുക്കഥ കാണും. വെച്ചിട്ട് പോടി, ചുമ്മാ ചെവീന ബിവി പറഞ്ഞിട്ട് നടക്കാതെ. ഒന്നൊന്നര മറുപടിയാണല്ലോ ഈശ്വര കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതിലൊരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. ഒന്ന്, അതായത് ആ ഒരു ബിബിൻലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ എന്തൊക്കെ ആഭരണങ്ങളും മറ്റുള്ള സാധനങ്ങളൊക്കെ അടിച്ചുകൊണ്ട് പോയി എന്നുള്ള ഒരു കാര്യം ബിബിൻലാൽ പറയുന്നുണ്ട്, കൊണ്ടുപോയി എന്ന കാര്യം പറയുന്നുണ്ട്. അതിന് മറുപടി ആയിട്ട് ഈ പറയുന്ന രണസുന പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് എന്റെ കൂട്ടുകാരികളൊക്കെ കോടീശ്വരന്മാരാണ് എന്നുള്ളതാ. അങ്ങനെ കോടീശ്വരന്മാരും കോടീശ്വരികളൊക്കെയാണ് കൂട്ടുകാരികളെങ്കിൽ നിങ്ങൾ എന്തിനാണ് പിച്ച തണ്ടിയത്? നല്ലൊരു ചോദ്യം. ഞാനത് കഴിഞ്ഞ വീഡിയോ ചോദിക്കുകയും ചെയ്തിട്ട് ആ വീഡിയോ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചോദിച്ചിട്ടുള്ളത്. മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകാത്ത ഒരു കെട്ടിടത്തിലാണ് താമസിച്ചിരുന്നത്, ഒരു ഷെഡിലാണ് താമസിച്ചിരുന്നത് അല്ലെ. അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് സഹായിക്കണം എന്ന് പറഞ്ഞ വീഡിയോയും ഞങ്ങൾ കണ്ടതാ. അപ്പൊ കോടീശ്വരിമാരികളൊന്നും വന്നില്ലേ സഹായിക്കാൻ? അത് കഴിഞ്ഞ് അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം നിങ്ങൾക്കൊരു വീട് വെച്ച് തരുമ്പോ എനിക്ക് കോടീശ്വരിമാരികളായ കൂട്ടുകാരികളുണ്ട്, അവർ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞോ? ഇല്ലല്ല, ഇത് അഹങ്കാരം കൊണ്ട് പറയാണ്. ഇത് ഫുള്ള് നുണയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ അതുള്ളതിനൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഭയങ്കര സപ്പോർട്ടായിട്ട് സജീന എന്ന സ്ത്രീ എന്തോ പറയുന്നുണ്ട്, അതൊന്ന് കേട്ടു നോക്കട്ടെ നിങ്ങള്. എനിക്കതിൽ രണ്ടുപേരുടെ പേര് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ഒന്ന് ഡാനി സത്യൻ, ഒന്ന് അതുല്. ഇവര് രണ്ടുപേരും ഇപ്പൊ ഇട്ട വീഡിയോയിൽ കുറച്ചെങ്കിലും സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടുള്ള വീഡിയോ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അവരുടെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതിലൊന്ന് പോയി കാണുക. ഏറ്റവും ഫസ്റ്റ് വീഡിയോ ചെയ്തത് ഞാനാണ്. ഏകദേശം 1 ലക്ഷത്തിന് മുകളിൽ വ്യൂ വന്ന ഒരു വീഡിയോ ആണത്. അതായത് ഈ രണസുന പറഞ്ഞ പല കാര്യങ്ങളും സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു തെളിവ് എന്ന രീതിയിൽ ഷെഫീൻ ഹബീബ് ഇട്ട വീഡിയോയിൽ ഒരു സാധനം കിടന്നിരുന്നു, ഒരുപാട് ഇവരെ ഉപദ്രവിച്ചു എന്ന രീതിയിലുള്ള ഒരു സാധനം. പക്ഷെ അതിനുശേഷം ഈ ഷെഫീൻ ഹബീബ് തന്നെ മറ്റൊരു വീഡിയോ പുറത്തു വിട്ടു അല്ലെ. തുടക്കത്തിൽ ഞാനത് കണ്ടപ്പോ തന്നെ സപ്പോർട്ട് ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ കമന്റ് ഇട്ടു, സന്ദീപെ നീ ഇപ്പൊ സപ്പോർട്ട് ചെയ്ത് നാളെ ചിലപ്പോൾ തിരുത്തി പറയേണ്ടിയിരുന്നുള്ളത്. എനിക്കൊരു കുഴപ്പമില്ല, തിരുത്തി പറയുന്നേ. പക്ഷെ ആ വീഡിയോയിൽ ആ സ്ത്രീ അവിടെ അനുഭവിച്ച ആ ഒരു ബഹളം വെക്കലും കാര്യങ്ങളൊക്കെ നെഞ്ചി തറച്ചുകൊണ്ട് തന്നെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞാൻ അതിലും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞാൽ നമ്മൾ അതും റിയാക്ട് ചെയ്യുന്നുള്ളത്. അത് തന്നെയാണ് അടുത്ത വീഡിയോയിൽ സജീന വ്ളോഗ് ഈ വിപിൻലാൽ എന്ന് പറയുന്ന വ്യക്തിയെ ഇരുത്തിക്കൊണ്ട് ചെയ്ത വീഡിയോയിൽ കൃത്യമായിട്ടുള്ള ശബ്ദ സംഭാഷണങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചപ്പോ തന്നെ രണസുന അതിന് വില്ലിങ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഡ്രസ്സിന് ഓക്കെ പറഞ്ഞതും ആ ദൃശ്യങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന് അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ശബ്ദ സന്ദേശം നമ്മൾ കേട്ടതാ. തിരുത്തിയില്ലേ? രണ്ടാമത്തെ വീഡിയോയിൽ തിരുത്തി. അത് കഴിഞ്ഞ് ചെയ്ത വീഡിയോയിലൊക്കെ ഈ വിപിൻലാലിനെ നമ്മൾ എന്തിനാണ് സപ്പോർട്ട് ചെയ്തത് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അയാൾ ഈ നാടിന് നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അല്ല, അവിടെയും വേണ്ടത് പുക്കളിൽ നക്കലും പറയുന്നില്ല, ചുണ്ട് കടിക്കലൊക്കെയാണ് അല്ലേ. ഈ നാടിന് ആവശ്യമായ കാര്യങ്ങളാണോ അത്? അല്ല, ഒരിക്കലും അല്ല. ഈ രണസുനെ കാണിച്ചു കൂട്ടുന്നത് ഈ നാടിന് ആവശ്യമായ കാര്യമാണോ? ഒരിക്കലും അല്ല. സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാന് അതിനുവേണ്ടി മാത്രമാണ് അവരൊക്കെ പണിയെടുത്തോണ്ടിരിക്കുന്നത്. ഈ അതുള്ളോഗ് എന്ന് പറയുന്ന വ്യക്തി എന്താണ് മാറ്റി പറഞ്ഞിട്ടുള്ളത്? ഈ രണസുനെ സപ്പോർട്ട് ചെയ്തിട്ട് അടിപൊളിയാണെന്ന് പറയുന്നുണ്ടാ? ഈ വിഷയത്തിൽ മാത്രമാണ് ഒരുപാട് യൂട്യൂബർമാർ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും പറഞ്ഞ കാര്യങ്ങളാണ്. ഒരു സ്ത്രീക്ക് നേരെയുള്ള അവർ എന്ത് ഊളത്തരം കാണിച്ചാലും സ്ത്രീക്ക് നേരെയുള്ള അതിക്രമം ഇത് കൊണ്ടുപോവുകയാണ്. വാതിലടച്ച് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നു. ഒരുപാട് ആളുകൾ ചേർന്നുകൊണ്ടുള്ള ഒരു വീഡിയോ എടുക്കുന്നു. അവിടെ ബഹളം വെക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഏതൊരു ആണിനും ഏതൊരു പെണ്ണിനും തോന്നുന്ന തോട്ട് തന്നെയാണ് നമ്മളവിടെ പറഞ്ഞത്. പക്ഷെ അതിനെ കവിച്ചു വെക്കുന്ന രീതിയിലുള്ള തെളിവുകൾ വീണ്ടും വരികയാണേ. ഇനിയിപ്പോ വിപിൻലാൽ വെല്ലുവിളിച്ചിട്ട് പോയതാണ് CCTV ക്യാമറ ഫുട്ടേജ് ഉണ്ടെന്നുള്ളത്. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? അതുള്ളോഗ് ഈ വിഷയത്തിൽ എന്തായാലും പൈസ വാങ്ങിയിട്ട വീഡിയോ എന്നൊക്കെ പറയുന്നുണ്ട്. അതുള്ളോഗിന് അതിന്റെ ആവശ്യമില്ല. ഇനി എത്ര തരിക? എത്ര ലക്ഷം തരും അങ്ങനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യാൻ? നിങ്ങൾ ഇനി എത്ര ലക്ഷം തന്നിട്ട് എന്ത് ഉണ്ടാക്കിയ? ഈ യൂട്യൂബിൽ നിന്നൊന്നും കിട്ടൂലേ ഈ വീഡിയോ ചെയ്യുന്നോണ്ട്? ചോദിക്കാണ്. ചില വീഡിയോസ്ക്കൊന്നും കിട്ടൂല, ലിമിറ്റഡ് ആണ്. മാത്രമല്ല ആ ഒരു വീഡിയോ ഇട്ടതിനും അതിന്റെ താഴെ ഒരുപാട് നെഗറ്റീവ് കമന്റ്. എന്താണ്? രേണു സുധിയെ വെളുപ്പിക്കാൻ വന്നു.
ഓ രേണുസുതി പൈസ തന്നു, രേണുസുതി പൈസ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് പരമചെറ്റയായിട്ട് സംസാരിക്കുന്ന കുറെ കൂതരകൾ അതിന്റെ താഴെ കൊണ്ടുവന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്. ഇവര് രണ്ട് വ്യക്തികളും രേണുസുതിയെ വലിച്ചു കീറുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് സത്യമുണ്ടെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് അവർ ആ സത്യം അവർ വെളിപ്പെടുത്തിയത്. അതുലെ വീഡിയോ ഞാൻ കണ്ടതാണ്. അതിൽ കൃത്യമായി പറയുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രേണുസുതിയുടെ കോപ്രായത്തരങ്ങളൊന്നും ഒരു താല്പര്യമില്ല. കുട്ടികളൊക്കെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് തന്നെയാണ് രേണുസുന ചെയ്യുന്നത്. ഈ സബ്സ്ക്രിപ്ഷൻ വീഡിയോ അത് ഇതെന്നൊക്കെ പറയുന്ന ഈ എക്സ്പോസ് ചെയ്തതിനേക്കാൾ വലുത് എന്താ കാണിക്കാനുള്ളത് കൃത്യമായിട്ട് അവൻ അത് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ അടുത്ത പറഞ്ഞത് വിബിൻലാൽ എന്ന് പറയുന്ന ആള് വ്യക്തി പുണ്യാളനൊന്നല്ലല്ലോ. ഇതന്നല്ലേ നമ്മളെല്ലാരും പറഞ്ഞിട്ടുള്ളത്. വിബിൻലാൽ പുണ്യാളനാണെന്ന് നമ്മളെങ്ങനെ പറയാ? അയാൾ കൊണ്ടുവന്നത് ഒരു വൃത്തികെട്ട വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അയാൾ പുണ്യാളനാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ പല കാര്യങ്ങളും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തതായിട്ടുണ്ട്. അത് അയാൾ തന്നെ തെളിവ് കൊണ്ടുവരണം. ഇത് തന്നെയാണ് എല്ലാരും പറഞ്ഞിട്ടുള്ളത്. വേറെ ഒന്നും ആരും പറഞ്ഞിട്ടില്ല കേട്ടോ ചേച്ചിയെ. എന്നെ ബൈറ്റ്സ് എടുക്കാൻ വന്ന ഇത്താക്ക് ഞാൻ പറഞ്ഞ് കണ്ടന്റ് തരാം എന്ന് പറഞ്ഞിട്ട് ശേഷമാണ് ഷൂട്ട് തുടങ്ങിയത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇത് എന്തായിരുന്നു ഇതിന്റെ പ്ലാൻ എന്നും. ഇവളെ വളരെ സത്യം പറഞ്ഞ ദൈവത്തിന്റെ തുണയുള്ളവളാണ് രേണുസുതി. അത് നമ്മൾ അടിവരെ ഇട്ട് അടി ഉറച്ച് പറയേണ്ടുന്ന കാര്യമാണ്. ഇല്ലെങ്കിൽ അവൾ അവിടെ ട്രാപ്പിലായി പോയേനെ. അവളെ കൊണ്ട് ഈ സീൻസ് എല്ലാം ചെയ്യിക്കുകയും ചെയ്യും. ഒരെണ്ണം പോലും പിന്നെ ഇത് എന്താ പറയുന്ന ആൽബമായിട്ട് പുറത്ത് വരികയും ചെയ്യില്ല എന്ന എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആയിട്ട് ഇവളുടെ ചാനലിൽ തന്നെ ഇതെല്ലാം വരികയും ചെയ്തേനെ. ഓക്കെ, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. ദൈവത്തോടുള്ള ആളാണ് രേണുസുന അല്ലേ? എങ്ങനെയാണ് ഇത് പറയാൻ തോന്നിയിട്ട്? ഒരു ചങ്ങായി മരിച്ചതിന് ശേഷം വൈറലായതാണ് ഇവര്. അവിടെ ദൈവത്തുണയാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. എടോ, നിരന്തരമായി നുണ പറയുന്ന ആ ഒരു സ്ത്രീയെ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങൾ എന്ത് റീച്ച് തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവരും റീച്ചിന് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. സംഭവം ശരിയാ. പക്ഷെ എത്ര കാലങ്ങളായി നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവർ പറഞ്ഞ നുണകൾ അവരുടെ ഇന്റർവ്യൂകൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവില്ലേ? നുണകൾ കൊണ്ട് കൂമ്പാരം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇനി ഏതൊരു സ്ത്രീക്കും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടെ നിൽക്കുക തന്നെ ചെയ്യും. പക്ഷെ അതിനർത്ഥം അവർ ചെയ്യുന്ന കോപ്രായത്തരങ്ങൾ ഉണ്ടല്ലോ, അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല. അത് മനസ്സിലാക്കുക. പിന്നെന്താണ് എക്സ്ക്ലൂസീവ് കണ്ടന്റ്? എന്റെ പൊന്നു ചാച്ചി, എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്ന് പറയുന്ന സാധനം ഇവരെന്നെ ഒരുപാട് കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. ദൈവം ആരുടെ ഭാഗത്താണ്? സത്യവും നീതിയും ധർമ്മവും ഉള്ളവരുടെ ഭാഗത്ത്. അവൾ എങ്ങനെയാ ജീവിച്ചോട്ടെ. അവൾ ഒരു മനുഷ്യരെ ചതിക്കുന്നില്ല, വഞ്ചിക്കുന്നില്ല, പറ്റിക്കുന്നില്ല, കൈനീട്ടാൻ വരുന്നില്ല, ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. ഇല്ലല്ലേ, ആരടുത്തും കൈ നീട്ടാൻ പോയിട്ടില്ല. കൊടീശ്വരികളായ കൂട്ടുകാരിയുള്ള ആളാണ്. ആരടുത്തും കൈ നീട്ടാൻ പോയിട്ടില്ല. കൊറോണ കാലത്തൊക്കെ എത്ര കടമാണ് ആ ചെങ്ങായിനെ കൊണ്ട് വാങ്ങി കൂട്ടിപ്പിച്ചിട്ടുള്ളത് അല്ലേ? ഈ കിച്ചു എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു കേട്ടില്ലേ? നമ്മളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ലൈഫിൽ എന്താ പട്ടിക്ക് അപ്പ കഷ്ണം ഇട്ട് കൊടുക്കുന്ന പോലെ വല്ലപ്പോഴും 100 രൂപ 200 രൂപ 500 രൂപ 1000 രൂപ ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് അത് മതി എന്നുള്ളതാവോ? എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്റെ പൊന്നു ചാച്ചി. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് രേണുസുനെ വിശ്വസിക്കാൻ കഴിയില്ല. ആ ഇൻസിഡന്റ് മാറ്റിവെച്ചോ. വിബിൻലാലുമായി ബന്ധപ്പെട്ടുള്ള സാധനം അവിടെ വെയിറ്റ് ചെയ്യും. ആ വെയിറ്റ് ലിസ്റ്റിൽ ഇടുക. ബാക്കിയുള്ള കാര്യം കൊണ്ടൊന്നും ഈ രേണുസുനെ നമ്മളാരും വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ട്? ഒരു സ്ത്രീക്ക് നേരെ ഉണ്ടാവുന്ന ഇത്തരം അതിക്രമങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് എല്ലാവരുടെ ലക്ഷ്യമാണ്. അത് കാലങ്ങളായിട്ട് അതിലും ചെയ്യാറുണ്ട്, ഞാനും ചെയ്യാറുണ്ട്, ഡാനി സത്യനും ചെയ്യാറുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടും ഇവരാരും ഈ രേണുസുനെ വിശ്വസിക്കുന്നില്ല. അവരുടെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഈ കോപ്രായത്തരങ്ങൾ ഇഷ്ടമല്ല എന്നുള്ളത്. രേണുസുന തന്നെയാണ് ഈ ലിങ്കുകളൊക്കെ ഷെയർ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ആദ്യം ചെയ്ത വീഡിയോ, ഏറ്റവും ഫസ്റ്റ് ചെയ്ത വീഡിയോന്റെ ലിങ്ക് ഇവർ ആരെങ്കിലും ഷെയർ ചെയ്യണ്ടേ? ചെയ്തിട്ടില്ല. ഏറ്റവും കൂടുതൽ റീച്ചിൽ പോയ വീഡിയോയും ഞാൻ ചെയ്തത് തന്നെയാണ്. ആരും അതിനെക്കുറിച്ചൊന്നും മിണ്ടിയിട്ട് പോലില്ല. പക്ഷെ കമന്റ് ബോക്സ് മുഴുവൻ എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നീ ഇവളെ വിശ്വസിക്കരുത് കേട്ടോ എന്നുള്ളത്. അത് അത്ര തന്നെ ഉള്ളൂ. പക്ഷെ ആ വിഷയം അത് നമുക്ക് എന്തായാലും ഭാവിയിൽ മനസ്സിലാവാൻ കഴിയുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കണ്ണും പൊട്ടി വിശ്വസിക്കാൻ കഴിയുന്ന ഒരാളാണോ രേണുസുന? ഷെഫീന ബീവി കൊട്ടേഷൻ കൊടുത്തിട്ടാവോ ഇത് ചെയ്തിട്ടുണ്ടാവുക? എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ഡീറ്റെയിൽസ് വരും വിചാരിക്കുന്നു. CCTV ക്യാമറ ഫുട്ടേജ് എത്രയും പെട്ടെന്ന് താങ്കൾ പുറത്തു വിടുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി അതിലേക്ക് സന്ദീപ് പോൾ സൈനിങ് ഓഫ്.